നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. കുമ്പളങ്ങ വെച്ചിട്ടാണ് ഈ ദോശ തയ്യാറാക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും തീരെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്, നല്ലൊരു വെറൈറ്റി ദോശയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പച്ചരി കുതിർത്ത് വെക്കണം. ഇവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകിയതിന് ശേഷം 4-5 മണിക്കൂർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള കുമ്പളങ്ങയാണ്, ചെറിയ കുമ്പളങ്ങയാണ്, ഇളവൻ കുമ്പളങ്ങ എന്ന് ഇതിന് പറയും. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഇത്രയും ചെറിയൊരു പീസാണ് ഞാൻ ഈ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കാൽഭാഗം എന്നൊക്കെ വേണം പറയാം. ഈ ഒരു ചെറിയ പീസ് മാത്രം മതിയാകും. ഇനി നമുക്ക് ദോശേൻ്റെ മാവ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നേരത്തെ എടുത്ത കുമ്പളങ്ങ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പച്ചരി 5 മണിക്കൂർ കുതിർത്തതാണ്. അപ്പോൾ അതുകൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ചുവന്നുള്ളി ചേർക്കാം. ഞാനിവിടെ 5-6 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കുറച്ച് എരിവൊക്കെ ഉണ്ടാകും ഈ ദോശയ്ക്ക്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ദോശയ്ക്ക് ടേസ്റ്റും കൂടുന്നത്. ഇത്ര എരിവ് വേണ്ടെങ്കിൽ 1 പച്ചമുളക് ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. എന്നിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശമാവ് റെഡിയായിട്ടുണ്ട്. സാധാരണ ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ്. അപ്പോൾ പക്ഷേങ്കിൽ ഇതിപ്പോൾ തന്നെ ഒന്നും ചുട്ടെടുക്കാൻ പറ്റില്ല. ഒരു 7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നിങ്ങൾ രാത്രിയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ ദോശമാവ് റെഡിയാക്കിയത്. എന്നിട്ട് രാവിലെ ഞാൻ ഈ ദോശ തയ്യാറാക്കാൻ പോവുകയാണ്. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ തവിയായിട്ട് ദോശക്കല്ലിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പരത്തിയെടുക്കാം. ആദ്യം തയ്യാറാക്കിയ ദോശയിൽ ഞാൻ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ദോശയിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം, നല്ലെണ്ണ ഒഴിക്കാം, എന്താ ഇഷ്ടം അതുപോലെ ഒഴിച്ചു കൊടുക്കാം. കുമ്പളങ്ങ ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുമ്പളങ്ങയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കുമ്പളങ്ങയാണെന്ന് മനസ്സിലാവത്തൂല. അപ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തു നോക്കൂ, അവർ കഴിച്ചോളും, ഉറപ്പാണ്. പിന്നെ ഈ ദോശക്ക് പ്രത്യേകിച്ച് കറികളോ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിന് നല്ലൊരു എരിവും ഉപ്പും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് ചൂടോടെ കഴിക്കാം. ഇതിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തക്കാളി ചട്നി കഴിക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ചട്നിയുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം. താങ്ക്